ഇവരൊക്കെ എന്തിനാണോ ഈ നോമ്പ് നോക്കുന്നതെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട മതവും ആ വൃത്തികെട്ട മതത്തിന്റെ പഠിപ്പിക്കലും ഒരു എന്റെ അപ്പോ എന്തൊരു ഭീകരവാദം പിടിച്ചൊരു മതം അപ്പോ. സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഹമാസ് തീവ്രവാദികളെ പല വീടുകളിനകത്തും പതുക്കി വെച്ചിട്ടുണ്ട്. ഷലോം, ഞാൻ റീന അലക്സ് ജെറുസലേമിൽ നിന്ന്. യെസ് മിസ്റ്റർ എസ്പി. ഷലോം, ഞാൻ റീന അലക്സ് ജെറുസലേമിൽ നിന്ന്. ഞാൻ റീന അലക്സ് ജെറുസലേമിൽ നിന്ന്. നമസ്കാരം. ഞാൻ ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ. നമ്മളെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നേ. ബാങ്കിലല്ല, ഞാനിപ്പോ ഇവിടെ ജെറുസലേമിൽ നിന്ന്. അനാശാസ്യം വല്ലതാണോടാ? പുച്ഛിക്കരുത്. ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്, അതാണ് ഈ ഹോം സ്റ്റേ. ജെറുസലേമിൽ നിന്ന്. സഹോദരങ്ങളെ, ഞാനിപ്പോ ലൈവിന് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒഴിച്ചു, നീ ഒഴിച്ചിട്ട് വാ. വീണ്ടും സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പ്രദേശത്ത് മുഴുവനും അലർട്ടാണ്. ഏതോ തുടർ നാടകമാണ്. നീ അതെടുത്തേ ടൂൾസ് ഫുള്ള് ഇതില മാതാമനെ ഒഴിപ്പിക്കാനേ നാട്ടീന് വന്നതാ. ഇവരൊക്കെ എന്തിനാണോ ഈ നോമ്പ് നോക്കുന്നതെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട മതവും ആ വൃത്തികെട്ട മതത്തിന്റെ പഠിപ്പിക്കലും ഒരു എന്റെ അപ്പോ എന്തൊരു ഭീകരവാദം പിടിച്ചൊരു മതം അപ്പോ. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. തോന്നിവാസം വിളിച്ചു പറയുന്ന വായും, ചെറ്റത്തരം പറയുന്ന വായും, തെറി വിളിക്കുന്ന വായും, ഈ അള്ളാനും ഇത് ഈ മുഹമ്മദിനൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നേരമുള്ളൂ. ഇവർക്കൊന്നും വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നേരമില്ലേ? ചെയ്യാൻ തന്തയായ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം മതി ഇവനെ എന്റെ മുന്നിലേക്ക് തുടലഴിച്ച് വിടാൻ. മനസ്സിലായോ? കഷ്ടം, നമ്മളെ നിയമത്തിൽ അർപ്പിച്ചു പോയല്ലോ. ഇവര് ഒരു പെണ്ണിനേക്കാളും വളരെ വളരെ ഭീരുക്കളാണ്. ഭീരുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചൊന്ന് കുരച്ചാൽ ഓടി ഒളിക്കുന്ന ഭീരുക്കളുടെ മുമ്പിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്പർ മാറി വിളിച്ചേതാ. നിസ്സാരം ഒരു പെണ്ണായിരുന്നിട്ട് പോലും എന്റെ മുമ്പിൽ ഇവര് പേടിച്ച് എന്താ പറഞ്ഞ ഓടി ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരായിരിക്കും എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഞാൻ ടെൻഷൻ വരുമ്പോ ആലോചിക്കുന്നേ. ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാൻ. ഞാൻ സത്യസന്ധൻ.